ക്യാബിനറ്റ് ചാനലിൻ്റെ ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജ്യോതിഷാചാര്യൻ TS ശശാങ്കൻ, അധ്യാപകനാണ്, റിട്ടയർഡ് അധ്യാപകനാണ്. ശ്രീ ശങ്കര ജ്യോതിഷാലയം ചിറക്കടവിൽ നിന്നാണ് ഇത് സംപ്രേഷണം ചെയ്യുന്നത്. നമ്മൾ 2026 ജൂൺ 15 മുതലുള്ള രാശിക്കാരുടെ അനുഭവങ്ങളാണ് പറയാൻ പോകുന്നത്. മേടം മുതൽ മീനം വരെയുള്ള രാശിക്കാരുടെ അനുഭവങ്ങൾ പറയുകയാണ്. അശ്വതിയും ഭരണിയും കാർത്തികക്കാലും ഈ 2 നക്ഷത്രം വരുന്ന മേടം രാശിക്കാരെ, ഈ രാശിക്കാർക്കിപ്പോൾ അഷ്ടമാധിപൻ തന്നെ ജന്മരാശിയിൽ നിൽക്കുകയാണ്. അതായത് രാശിയാധിപൻ എന്ന് പറയുന്നത് ചൊവ്വയാണ്. അഷ്ടമാധിപൻ തന്നെയാണ് ആ ചൊവ്വ. അത് അവരുടെ രാശിയിൽ ഇപ്പോൾ നിൽക്കുകയാണ്. മാത്രമല്ല, അവർക്ക് 7.5 ശനി തുടങ്ങിയതിനാലും സമയം അത്ര നല്ലതല്ല. എങ്കിലും ചെറിയ രോഗാതിദുരിതങ്ങളും മനപ്രയാസങ്ങളും, പനി, തലവേദന, പ്രഷർ, ഷുഗർ തുടങ്ങിയ രോഗങ്ങൾ വർദ്ധിക്കാനും ഒറ്റപ്പെടലുകളും അനുഭവിക്കുന്നതോടൊപ്പം പ്രത്യേകം കൊടുക്ക വാങ്ങലിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ചതി, വഞ്ചന എന്നിവയും അനുഭവപ്പെടും. എങ്കിലും പുതിയ വീട്, വാഹനം എന്നിവ വന്നു ചേരുന്നതിന് സാധ്യത കാണുന്നുണ്ട്. മേൽപ്പറഞ്ഞ രോഗാതിദുരിതങ്ങൾക്ക് ജൂൺ മാസം 20-ാം തീയതി മുതൽ അവർക്ക് ആശ്വാസം വരുന്നതാണ്. ഇതിനായിട്ട് അവർ ദൈവവിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് ശിവക്ഷേത്രത്തിൽ ജലധാര, പ്രത്യേകിച്ച് മുരുകക്ഷേത്രത്തിൽ പഞ്ചാമൃതം അഭിഷേകം ചെയ്യുന്നതിന് വളരെ നല്ലതാണ്. അവർക്ക് ആശ്വാസം ഉണ്ടാകുന്നതിനാണ്. അത് പ്രത്യേകിച്ച് വിശ്വാസികൾക്ക് വേണ്ടിയുള്ളതാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത്. അടുത്തത് കാർത്തിക മുക്കാലും രോഹിണിയും മകയിരത്തരയും, അതായത് മകയിരത്തിൻ്റെ ആദ്യ പകുതിയും ചേരുന്ന 2 നക്ഷത്രം ഇടവക്കൂറാണ്. ഇടവൻ രാശിക്കാർക്ക് ഇപ്പോൾ പ്രധാനമായി 3-ൽ വ്യാഴം, 4-ൽ കേതു, കർമ്മസ്ഥാനത്ത് രാഹു, ലാഭസ്ഥാനത്ത് ശനിയുമാണ്. ആയതിനാൽ തൊഴിൽ രംഗത്തുള്ളവർക്ക്, പ്രത്യേകിച്ച് ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ല സാമ്പത്തിക ലാഭം ലഭിക്കുന്ന സമയം കൂടിയാണ്. കൂടാതെ വരുമാനം വർദ്ധിക്കുക, സഹോദരങ്ങളെ കൊണ്ടോ സഹോദര സ്ഥാനീയരെ കൊണ്ടോ സഹായങ്ങളും കരുതലുകളും ഉണ്ടാവുക, അതുപോലെ ഭൂമി സംബന്ധമായി ക്രയവിക്രയങ്ങൾ നടത്തുക, വിവാഹം നടക്കുക, പുതിയ ബന്ധങ്ങൾ തുടങ്ങുക എന്നിവയും ഫലങ്ങളാണ്. എന്നാൽ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളുണ്ട്. പണം ചെലവാക്കി പുതിയ ബിസിനസ് ചെയ്യുന്നത് അത്ര നല്ലതായിരിക്കില്ല. പണം ചെലവാക്കി പുതിയ ബിസിനസ്സിന് അത് നല്ലതല്ല. അപ്പോൾ പ്രേമവിവാഹങ്ങളൊക്കെ വിജയിക്കുന്നതിനും അത് നടത്തുന്നതിനൊക്കെ ഇപ്പം നല്ല സമയമാണ്. മാതാപിതാക്കൾക്ക് അനുകൂലമാണെങ്കിൽ ഓക്കെ. എന്നിരുന്നാലും ഇത്രയും നല്ല ഫലങ്ങളുള്ള സമയത്തും നടക്കാതിരിക്കുകയാണെങ്കിൽ ദൈവവിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് വിഷ്ണു ക്ഷേത്രത്തിലോ കൃഷ്ണ ക്ഷേത്രത്തിലോ, അതായത് വിഷ്ണുവെങ്കിലോ കൃഷ്ണ ക്ഷേത്രത്തിലോ തൃക്കൈവണ്ണ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, ഭാഗ്യസൂക്തം നടത്തുക എന്നിവ ചെയ്യുന്നത് അവർക്ക് വളരെ അനുകൂലമായിരിക്കും. അതുപോലെ മകയിരത്തരയും തിരുവാതിരയും പുണർതത്തിൽ കാലും ചേർന്ന 2 നക്ഷത്രം വരുന്ന മിഥുനം രാശിക്കാർ, ഇവർക്ക് പൊതുവേ നല്ല സമയമാണ്, നല്ല അനുകൂലമായിരിക്കുന്ന സമയമാണ്. അങ്ങനെ അനുകൂലമായിരിക്കുന്ന സമയത്ത് സാമ്പത്തിക വർധനവുണ്ടാകുക, തൊഴിൽ മികവുണ്ടാകുക, കുടുംബ സൗഖ്യം, കൊടുത്ത പണം, നമ്മളെപ്പോഴെങ്കിലും ഈ പണം കടം കൊടുത്ത് അത് തിരികെ കിട്ടാതിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ ഇപ്പോൾ അവർക്ക് ആ പണം തിരികെ കിട്ടുന്നതിന് ഉള്ള ഒരു സമയം കൂടിയാണ് കേട്ടോ. അപ്രതീക്ഷമായി നമ്മൾ നിലച്ചിരിക്കാതെ, അതാണ് അപ്രതീക്ഷിതമായി എന്ന് പറയുന്നത്. അപ്രതീക്ഷിതമായി ധനം വന്നു ചേരുക, രോഗാദി ദുരിതങ്ങൾക്ക് ശമനം ഉണ്ടാകുക, എന്തെങ്കിലുമൊക്കെ അസുഖമൊക്കെ ഉള്ളവർക്ക് അവർക്ക് ആ രോഗാദി ദുരിതങ്ങൾക്കൊരു ശമനം ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണിപ്പോൾ. അതുമാത്രമല്ല, ദൂരെ യാത്ര പോവുക, നല്ല ക്ഷേത്ര പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുക, ഇതൊക്കെ അതിനൊക്കെയുള്ളൊരു സമയം കൂടിയാണ്. ബിസിനസ് വർധനവ്, തൊഴിൽ രംഗത്ത് നല്ല ഡെവലപ്മെൻ്റ് ഉണ്ടാകുക,
അതുപോലെ ഗ്രഹം മോടി പിടിപ്പിക്കുക എന്നീ ഫലങ്ങൾ അവർക്ക് ഇപ്പം പ്രതീക്ഷിക്കാവുന്നതാണ്. മാത്രമല്ല, ഇവർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയമാണിപ്പം. എന്നിരുന്നാലും അതിനുള്ള ഒരു മറ്റു കാര്യങ്ങൾ തടസ്സങ്ങളായിട്ട് എന്തെങ്കിലും നിൽക്കുകയാണെങ്കിൽ ദൈവവിശ്വാസിയായിട്ടുള്ള ആളുകൾക്ക് കൃഷ്ണക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത അർച്ചന, പാൽപ്പായസം വഴിപാട് എന്നിവ നടത്തി ആ ഭഗവത് പ്രീതി നേടാവുന്നതാണ്. ഇനി പുണർത്തിൽ കാലും പൂയം ആയില്യവും ചേർന്ന 2 നക്ഷത്രം, ഇത് കർക്കിടകൂറാണ്. കർക്കിടകൂർ ഇവരുടെ ജന്മരാശിയിലാണ് ഇപ്പോൾ വ്യാഴം ഉച്ചത്തിൽ നിൽക്കുന്നത്. അപ്പം വ്യാഴം ഉച്ചത്തിൽ നിൽക്കുക, 2 കേതു, അഷ്ടമത്തിൽ രാഹു, ഭാഗ്യസ്ഥാനത്ത് ശനിയുമാണ്. ഈ ഭാഗ്യസ്ഥാനത്തേക്ക് എൻ്റെ ഭാഗ്യസ്ഥാനത്ത് ശനിയാണല്ലോ എന്നാരും വിചാരിക്കേണ്ട. ഈ ശനി ഭാഗ്യാധിപൻ കൂടിയാണിപ്പം ഈ ജന്മരാശിയിൽ നിൽക്കുന്നത്. അതുകൊണ്ട് അവരങ്ങനെ പേടിക്കേണ്ട സമയമല്ല ഇപ്പോൾ. ഗുണദോഷ സമ്മിശ്രമായ ഒരു സമയമാണ്. പ്രത്യേകിച്ച് ദോഷത്തേക്കാൾ ഏറെ അവർക്ക് ഗുണം കിട്ടുന്ന ഒരു സമയം കൂടിയാണ് വന്നിരിക്കുന്നത്. ഇഷ്ടവിവാഹം നടക്കുക, ഈശ്വരാധീനം ഉണ്ടാകുക, ദേവാലയങ്ങളും പുണ്യസ്ഥലങ്ങളും സന്ദർശിക്കുക, ഔദ്യോഗിക രംഗത്തുള്ളവർക്ക് നല്ല നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണിപ്പോൾ. അവർക്ക് ട്രാൻസ്ഫറിന് അപേക്ഷിക്കുകയാണെങ്കിൽ ട്രാൻസ്ഫർ കിട്ടുക, ചിലപ്പോൾ അവർക്ക് ഈ പ്രമോഷൻ തുടങ്ങിയ സ്ഥാനമാനങ്ങൾ കൈവരിക, ഇതിനൊക്കെ പറ്റിയ ഒരു സമയമാണ്. എങ്കിലും വാഗ്ദോഷങ്ങൾ, അവർ മറ്റുള്ളവരോട് സംസാരിക്കും, ഓഫീസിലായാലും മറ്റു തൊഴിൽ ഇടങ്ങളിലായാലും പൊതുവെ സംസാരിക്കുന്നത് വളരെ ശ്രദ്ധിച്ച് സംസാരിക്കുക. വാഗ്ദോഷം ദ്രവിണവയം എന്ന് പറയുന്ന ഒരു പ്രമാണം അനുസരിച്ച് വാഗ്ദോഷം, സാമ്പത്തിക നഷ്ടങ്ങൾ, വാഗ്ദോഷങ്ങൾ എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതായത് വാഗ്ദോഷങ്ങൾ ഉണ്ടാകുക, കുടുംബ ബന്ധങ്ങളിൽ ഉലച്ചിൽ തട്ടുക. അപ്പം നമ്മൾ കുടുംബത്ത് പരസ്പരം സംസാരിക്കുന്നത് പോലും സൂക്ഷിച്ച് വേണം. മനസ്സിലായില്ലേ? കുടുംബ ബന്ധങ്ങളിൽ ഉലച്ചിൽ തട്ടാതെ സൂക്ഷിക്കുക. അതുപോലെ സ്കിൻ ഡിസീസ്, ചില ആളുകൾക്ക് സ്കിൻ ഡിസീസ് ഉണ്ടാകുന്ന ഒരു സമയമാണ്. കൂടാതെ വിഷഭയം, ഇങ്ങനെയൊക്കെയുള്ള ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് വിഷമിക്കേണ്ട, പൊതുവെ ഈശ്വരാധീനവും കൂടെ കാണുന്നുണ്ട്. എങ്കിലും ദേവീക്ഷേത്രത്തിൽ ഇവർക്ക് കുങ്കുമാർച്ചന ചെയ്യാവുന്നതാണ്. ശിവക്ഷേത്രത്തിൽ ജലധാര വഴിപാടായിട്ട് നടത്താവുന്നതാണ് എല്ലാ മാസവും. ഓക്കെ. മകം, പൂരം, ഉത്രത്തിക്കാലും ചേരുന്ന ചിങ്ങ രാശിക്കാരുടെ ഫലം. ഇവർക്ക് അത്ര നല്ല കാലമല്ല. വ്യാഴം 12ലാണ് നിൽക്കുന്നത്. ദൈവാധീനം അല്പം കുറയുന്ന സമയമാണിപ്പം. എല്ലാത്തിനും ഒരു ഈശ്വരാധീനം വേണമല്ലോ. രോഗാതിദുരിതങ്ങൾ വന്നു ഭവിക്കുന്നതിനാൽ ആരോഗ്യപരമായി വളരെയേറെ ശ്രദ്ധിക്കേണ്ട സമയമാണിപ്പോൾ. മാത്രമല്ല, ശത്രുദോഷങ്ങളും ശത്രുക്കളും പരാജയങ്ങളും ദുഃഖങ്ങളും ഒക്കെ വന്നു ചേരുന്ന സമയം കൂടിയാണ്. ഈശ്വരവിശ്വാസം മുറുകെ പിടിക്കേണ്ട ഒരു സമയം കൂടിയാണ്. ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, വിഷ്ണു ക്ഷേത്രത്തിൽ ധന്വന്തരി മന്ത്രാർച്ചന എന്നിവ മുടങ്ങാതെ ഓരോ മാസവും പക്കപ്പിറന്നാൾ തോറും ചെയ്യുക എന്ന് വിചാരിച്ച് കാര്യതടസ്സങ്ങൾ ഉണ്ടാകാതെ വളരെ സൂക്ഷിക്കണം. വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ ഓരോ കാര്യവും ചെയ്യേണ്ടത്. ഈ സമയം, ഈ ഒരു വർഷം അവർക്ക് പൊതുവെ നല്ലതല്ല. ഉത്രത്തിമുക്കാലും അത്തവും ചിത്തിര അരയും ചേരുന്ന കന്നി രാശിക്കാർക്ക് ഈ മാസം വളരെ അനുകൂലമായിരിക്കുന്ന സമയമാണ്. വിവാഹ തടസ്സങ്ങൾ മാറി ഇഷ്ടവിവാഹം നടക്കുക, പുതിയ സംരംഭങ്ങൾ, പുതിയ ബന്ധങ്ങൾ വന്നു ചേരുക. കണ്ടകശനിയാണെങ്കിലും വ്യാഴദൃഷ്ടി ഉള്ളതിനാൽ ദോഷഫലം കുറയും, തടസ്സങ്ങൾ നീങ്ങുക. നമ്മൾ ഇതുവരെ വീട്, അതായത് ഗൃഹനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടോ തൊഴിൽ രംഗവുമായിട്ട് ബന്ധപ്പെട്ടോ എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങിയിട്ടുള്ള എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ നീങ്ങുന്ന ഒരു സമയം കൂടിയാണ്. എങ്കിലും കണ്ടകശനിയുണ്ട്. അതിനാൽ ശാസ്താക്ഷേത്രത്തിൽ നീരാഞ്ജനം, അയ്യപ്പ ദർശനം, വിഷ്ണുക്ഷേത്രത്തിലോ കൃഷ്ണക്ഷേത്രത്തിലോ ഓരോ മാസവും പക്കപ്പിറന്നാളിന് ഭാഗ്യസൂക്തം നടത്തുന്നതും ഗണപതി പ്രീതി വരുത്തുന്നതും നല്ലതാണ്. വിദ്യാർത്ഥികളും മേൽപ്പറഞ്ഞ വഴിപാടുകൾ നടത്തുന്നത് വളരെയേറെ നന്നായിരിക്കും. ചിത്തിര അരയും ചോതിയും വിശാഖത്തിൽ മുക്കാലും ചേർന്ന തുലാൻ രാശിക്കാർ പൊതുവെ നല്ല കാലമാണ്. എന്നാൽ 2026 ജൂൺ 2 ശേഷം ഈ രാശിക്കാർക്ക് അത്ര ഒരു വളർച്ച പോരാ.
കാരണം വളരെ ശ്രദ്ധയോടെയും കരുതലോടെയും വേണം ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ. ശത്രുദോഷങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. വീരത്വത്തിനും വ്യക്തിത്വത്തിനും കോട്ടം സംഭവിക്കുന്ന സമയമാണ്. ചതിവുണ്ടാകും ഇവർക്ക്. കൂടാതെ ചില ദുരനുഭവങ്ങളും ഉണ്ടാകാൻ സാധ്യത കാണുകയാൽ, പ്രത്യേകിച്ച് സാമ്പത്തിക രംഗത്ത് മറ്റൊരാളിന് നമ്മൾ ചെക്ക് കൊടുക്കുക, അശ്രദ്ധയോടെ പണം കൈകാര്യം ചെയ്യുക, അതുപോലെ സാമ്പത്തിക രംഗത്ത് നമ്മൾ ഈ ചില ആളുകൾക്ക് ധനം കടം കൊടുക്കുക, പിന്നെ തിരിച്ചു കിട്ടൂല. നിവൃത്തിയുള്ളിടത്തോളം ഈ നക്ഷത്രക്കാർ ഈ സമയം പണം കടം കൊടുക്കരുത്. കൊടുക്കുകയാണെങ്കിൽ ദാനമായിട്ട് കൊടുക്കുക, അതല്ലെങ്കിൽ അത്ര ഒഴിവാക്കാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ വീട്ടിലുള്ള മറ്റ് കുടുംബാംഗങ്ങളെ കൊണ്ട് കൊടുപ്പിക്കുക. കാരണം ഇപ്പോൾ കൊടുത്താൽ നിങ്ങൾക്കത് തിരിച്ചു കിട്ടാൻ സാധ്യതയില്ല. അതുപോലെ ജാമ്യം നിൽക്കുക, അതും ഇപ്പോൾ നല്ലതല്ല. പ്രത്യേകം അതല്ലെങ്കിൽ ജാമ്യം നിൽക്കണം എന്നുള്ള ഒരു അവസ്ഥ വരികയാണെങ്കിൽ വളരെ ആലോചിച്ച് കണ്ടീഷൻസൊക്കെ വെച്ചിട്ട് ഇപ്പോൾ നിൽക്കാവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പൊതുവേ നല്ല സമയമാണ് കേട്ടോ. ഈ രാശിയിൽ ഇങ്ങനെയുള്ള ഈ രാശിക്കാർ ദേവീ പ്രാർത്ഥന, കുലദേവതാ പ്രീതി എന്നിവ നേടുന്നതോടൊപ്പം മാതാപിതാ ഗുരു ദൈവം ഇവരുടെ പ്രീതി സമ്പാദിക്കണം. കാരണം ഏറ്റവും മാതാപിതാവ്, അമ്മയുടെയും അച്ഛൻ്റെയും മാതാപിതാക്കളുടെയും ഗുരുക്കന്മാരുടെയും ദേവി അല്ലെങ്കിൽ ദൈവീക പ്രീതിയും നേടിക്കഴിഞ്ഞാൽ പിന്നെ അവർ പ്രത്യേക വഴിപാടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം പ്രത്യേകിച്ച് ഈ രാശിക്കാർ ഈ സമയം ഞാൻ ഈ പറഞ്ഞ ആളുകളുടെ പ്രീതി വളരെയേറെ സമ്പാദിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ അനുഗ്രഹം അത്യാവശ്യമാണ്. വിശാഖത്തിൽ കാലും അനിഴവും തൃക്കേട്ടയും ചേർന്ന 2 നക്ഷത്രം ചേർന്ന വൃശ്ചികം രാശിക്കാർ ഇതുവരെ അനുഭവിച്ചു പോരുന്ന കഷ്ടതകളും ദുരിതങ്ങളും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിപ്പോൾ. ഇവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷം വളരെയേറെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും രോഗാദി ദുരിതങ്ങളും മാനഹാനികളും ഒക്കെ ഉണ്ടായ ഒരു സമയമായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് മാറിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. കഴിഞ്ഞ 12 വർഷത്തിൽ ഒരിക്കൽ സംഭവിക്കുന്ന ഒരു ഭാഗ്യയോഗമാണ് ഇപ്പോൾ അവരെ തേടി വന്നിരിക്കുന്നത്. ഇത് മാക്സിമം ഉപയോഗിക്കാവുന്നതാണ്. വിവാഹം നടക്കാത്തവർക്കും മുടങ്ങിയവർക്കും ഇഷ്ടവിവാഹം, കമിതാക്കളുടെ വിവാഹം, ഇഷ്ടകാര്യലബ്ധി, പുത്രലാഭം, വീട്, ഭൂസ്വത്തുക്കൾ, വാഹനം എന്നിവയുടെ ലാഭം, KSFE പോലെയുള്ള ചിട്ടി സ്ഥാപനങ്ങളിൽ നിന്നും ധനലാഭം, പുതിയ ജോലി, ഭൂമി ലാഭം, ഗ്രഹനിർമ്മാണം തുടങ്ങിയ കാര്യങ്ങൾ വന്നു ചേരുന്നതിനും സാധ്യത കാണുന്നു. കൃഷ്ണക്ഷേത്രത്തിൽ നെയ്വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക, ഭാഗ്യസൂക്തം നടത്തുക എന്നിവ ഇവർക്ക് വളരെ അനുകൂലമായി നടക്കുന്നതാണ്. കാരണം ഈ രാശിക്കാർക്ക് ചില ആളുകൾക്ക് ഭാഗ്യം കുറവായിരിക്കും. ജാതകത്തിൽ ഭാഗ്യാധിപൻ അഷ്ടമത്തിൽ നിൽക്കുകയോ വ്യാഴം അഷ്ടമത്തിൽ നിൽക്കുകയോ അതല്ലെങ്കിൽ പാപയോഗം ചെയ്തോ നിൽക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഗുണങ്ങൾ ചിലപ്പോൾ ലഭിക്കാൻ സാധ്യത കുറവാണെങ്കിൽ അങ്ങനെയുള്ള ആളുകളാണ് ഞാൻ ഈ പറഞ്ഞ കൃഷ്ണക്ഷേത്രത്തിൽ മറ്റും വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് മൂലം, പൂരാടം, ഉത്രാടത്തിൽ കാല് എന്നീ നക്ഷത്രങ്ങൾ ചേരുന്ന ധനുരാശിക്കാരുടെ ഫലങ്ങൾ പൊതുവെ സമ്മിശ്രമാണ്. രാശാധിപനായിരിക്കുന്ന വ്യാഴം അഷ്ടമത്തിൽ ഉച്ചത്തിൽ നിൽക്കുകയാണ്. 4-ൽ കണ്ടകശനിയുണ്ട്, 9-ൽ കേതു, അതായത് ഭാഗ്യസ്ഥാനമാണ് 9-ാം ഭാവം എന്ന് പറയുന്നത്. ആയതിനാൽ അധിക ചെലവുകൾ വർദ്ധിക്കുക, അതായത് ദുർച്ചെലവുകൾ വർദ്ധിക്കുക, ആശുപത്രിവാസം, ആരോഗ്യപരമായി വളരെ കരുതൽ നടത്തേണ്ട ഒരു സമയമാണിപ്പോൾ. മാതാപിതാക്കന്മാരുടെ ക്ലേശങ്ങൾ കാണുക, അവരുടെ രോഗാതി ദുരിതങ്ങൾ, ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ നടക്കാതെ വരിക, നമുക്ക് വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ, വളർത്തുമൃഗങ്ങൾക്ക് ദുരിതങ്ങൾ, പിതൃദോഷങ്ങൾ എന്നിവ ഫലങ്ങളാണ്. അതുകൊണ്ട് അതുമാത്രമല്ല, ഉദ്യോഗസ്ഥ തലത്തിലിരിക്കുന്നവർക്ക് മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ബാധകമാണെങ്കിലും സ്ഥാനചലനം സംഭവിക്കും. അതുകൊണ്ട് ദേവപ്രീതി വരുത്തുന്നതിന് വേണ്ടി ഇഷ്ടസന്നിധിയിൽ എന്ന് പറഞ്ഞാൽ ഇഷ്ടദേവന്മാർ, ഇഷ്ടക്ഷേത്രത്തിൽ പോയി നിങ്ങൾക്ക് ഇഷ്ടമുള്ള വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കാവുന്നതാണ്. എന്ത് ചെയ്താലും അത് നല്ലത് തന്നെയായിരിക്കും. ഈ സമയം അത് ചെയ്യാൻ മറക്കരുത്. ഉത്രാടത്തി മുക്കാലും തിരുവോണവും അവിട്ടത്തരയും ചേർന്ന മകരം രാശിക്കാർക്ക് പൊതുവേ സമയം വളരെ അനുകൂലമാണ്. പ്രത്യേകിച്ച് വിവാഹ കാര്യങ്ങൾ, മുടങ്ങിക്കിടക്കുന്ന വിവാഹങ്ങളൊക്കെ നടക്കാൻ പറ്റിയ സമയമാണ്. അതുപോലെ വിദ്യാഭ്യാസപരമായി അവർക്ക് നല്ല വിദ്യാർത്ഥികൾക്ക്
നല്ല ഡെവലപ്മെൻ്റ് ഉണ്ടാകുക, നല്ല മെമ്മറി പവർ ഉണ്ടാകുക, പഠിക്കാനായിട്ടുള്ള മെമ്മറി പവർ ഉണ്ടാകുക, ഉത്സാഹം ഉണ്ടാകുക. അതുപോലെ വിദ്യാഭ്യാസം മുടങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അത് നേടിയെടുക്കാനുള്ള ഒരു സമയം കൂടിയാണ്. ബന്ധുമിത്രാദികളുടെ സംയോഗം എന്നീ കാര്യങ്ങളിൽ നല്ല ഒരു തീരുമാനത്തിലെത്തുന്ന ഒരു സമയം കൂടിയാണ്. ഉദ്യോഗാർത്ഥികൾക്ക് വളരെ അനുകൂലമായിരിക്കുന്ന സമയമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. തീർച്ചയായും നിങ്ങൾ ശ്രമിച്ചാൽ ജോലി നേടുന്നതാണ്. വിദേശ ജോലി ഉൾപ്പെടെയുള്ള വളരെ അനുകൂലമായിരിക്കുന്ന സമയമാണിപ്പോൾ. എങ്കിലും ആരോഗ്യപരമായി വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശരീരത്തിന് ചതവുകൾ, തീപ്പൊള്ളലേൽക്കുക, വാതരോഗങ്ങൾ മൂർച്ഛിച്ച് ചില അസുഖങ്ങൾ ഉണ്ടാകുക തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളും കാണും. അതുകൊണ്ട് വളരെ അതും ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് പ്രായമുള്ളവർ. അവിട്ടത്തരയും ചതയവും പൂരുട്ടാതി മുക്കാലും ചേർന്ന കുംഭരാശിക്കാരെ കഴിഞ്ഞ വർഷം, പ്രത്യേകിച്ച് 2026 ജൂണിന് മുമ്പ് വരെ അവർക്ക് മഹാഭാഗ്യയോഗമായിരുന്നു. സർവകാര്യ ലബ്ധിയുടെ സമയമായിരുന്നു. ഒരു കുന്നിന് ഒരു ഇറക്കം പോലെ ചില അസ്വസ്ഥതകൾ കുടുംബജീവിതത്തിലും ഔദ്യോഗിക രംഗത്തും ഇപ്പോൾ അനുഭവപ്പെടുമെങ്കിലും സാമ്പത്തിക നില പൊതുവെ അവർക്ക് ഭദ്രമായിരിക്കും. എങ്കിലും 7 ശനിയും 7 കേതുവും ഇവർക്ക് ദാമ്പത്യപരമായി അത്ര നല്ലതായിരിക്കില്ല. കുടുംബാന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിൽ വളരെ ശ്രദ്ധ ചെലുത്തണം. വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ കുടുംബാന്തരീക്ഷം മെച്ചപ്പെടുത്തേണ്ടത്, പ്രത്യേകിച്ച് ദമ്പതിമാർ. അതുകൊണ്ട് ശിവക്ഷേത്ര ദർശനം, ശിവന് ജലധാര, അതുപോലെ ഐക്യമത്യ സൂക്ത പുഷ്പാഞ്ജലി, ഇതൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഇവർ പ്രത്യേകിച്ച് ആണെങ്കിൽ ഈ ആയില്യം പൂജ, ആയില്യം ക്ഷേത്രം, നാഗക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കുന്നത് വളരെ നന്മയുണ്ടാകുന്നതാണ്. അതുപോലെ പൂരുട്ടാതി കാലും ഉത്തിരട്ടാതിയും രേവതിയും കൂടി ചേർന്ന 2.25 നക്ഷത്രം മീനക്കൂറാണ്, മീനരാശിക്കാരാണ്. മീനരാശിക്കാർക്കിപ്പോൾ 5-ൽ വ്യാഴം, 6-ൽ കേതു, 12-ൽ രാഹുവാണ്. ബഹിരൂജാപമാനം ബന്ധനം സർവസമ്പൽക്ഷയം എന്ന് പറയുന്നുണ്ട്. അതായത് പല വിധത്തിലുള്ള അപമാനങ്ങൾ, അതാണ് ബഹിരൂജാപമാനം. ബന്ധനം ഉണ്ടാകുക, കേസ് വഴക്കൊക്കെ ചിലപ്പോൾ നടക്കാം. സാമ്പത്തികമായ ബുദ്ധിമുട്ട്, സർവസമ്പൽക്ഷയം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒക്കെ പറയുന്നുണ്ട്. എന്നിരുന്നാലും അവർക്ക് 7.5 ശനികാലമാണ്. ആ 7.5 ശനി ഇപ്പോൾ ജന്മരാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. എങ്കിലും വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുള്ളതിനാൽ കഴിഞ്ഞ വർഷത്തെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ വളരെ അനുകൂലമാണ്. പ്രത്യേകിച്ച് 2026 ജൂൺ 2-ന് ശേഷം വളരെ അനുകൂലമായ സമയമാണ്. പൊതുവെ മനസ്സമാധാനം, അതുപോലെ മക്കളുള്ള ആളുകൾക്ക്, വിദ്യാർത്ഥികളാണെങ്കിൽ മക്കൾക്ക് നന്മ വന്ന് കണ്ട് സന്തോഷിക്കാനുള്ള ഒരു സമയം. അതല്ല വിവാഹപ്രായം എത്തി നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് വിവാഹം ഉണ്ടാകുക, വിവാഹം കഴിഞ്ഞ് മക്കളില്ലാതിരിക്കുന്നവർക്കാണെങ്കിൽ അവർക്ക് മക്കൾ ഉണ്ടാകുക, അങ്ങനെ കൊച്ചുമക്കൾ വരിക. ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക്, അതായത് പ്രത്യേകിച്ച് മീനൻ രാശിക്കാർക്ക് നല്ലതാണ്. ഇവർ സ്ഥലസംബന്ധമായും മറ്റും ക്രയവിക്രയങ്ങൾ നടത്തുന്നതിനും ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ ജോലി സമ്പാദിക്കുന്നതിനും വിദ്യാർത്ഥികൾക്കും തൊഴിൽ മേഖലയുള്ളവർക്കും വളരെ അനുകൂലമായിരിക്കുന്ന സമയം കൂടിയാണ് ഈ മീനൻ രാശിക്കാർക്ക് ഇപ്പോൾ. അങ്ങനെ പൊതുവെ ഈ 2026 ജൂൺ മാസം ഇങ്ങനെ ഗുണദോഷ സമ്മിശ്രമായ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ 96 45 49 41 31. അടുത്തൊരു നമ്പറൂടെ പറയാം, 98 47 34 35 22. ഈ നമ്പറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ വിളിച്ച് ചോദിച്ച് അതിന് നിവൃത്തി വരുത്താവുന്നതാണ്. ശ്രീ ശങ്കര ജ്യോതിഷാലയം, ചിറക്കടവ്. എല്ലാവർക്കും നമസ്കാരം, നന്മ നേരുന്നു.